VT ബൽറാം, കോൺഗ്രസ് നേതാവ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ VT ബൽറാം, ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് CPIM-ന് സഹകരണ ബാങ്കുകളിൽ, പ്രത്യേകിച്ച് കരുവന്നൂർ സഹകരണ ബാങ്കിൽ മാത്രം 5 വ്യാജ അക്കൗണ്ടുകൾ അല്ലെങ്കിൽ കണക്കുകളിൽ വെളിപ്പെടുത്താത്ത അക്കൗണ്ടുകൾ, രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇത് താങ്കളെ സംബന്ധിച്ചിടത്തോളം വിശ്വസനീയമായ ഒരു റിപ്പോർട്ടായി തോന്നുന്നുണ്ടോ? ഇത്തരം പ്രവൃത്തികളൊക്കെ CPIM-ന്റെ ഭാഗത്ത് നിന്നുണ്ടാകാൻ താങ്കൾ സാധ്യത കാണുന്നുണ്ടോ? കരുവന്നൂർ ബാങ്ക് എന്ന് പറയുന്നത് CPIM-നെ സംബന്ധിച്ച് അവരുടെ ഒരു കറവ പശുവാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൽ അവിശ്വസനീയതയുടെ ഒരു കാര്യമില്ല. അത് പൂർണ്ണമായിട്ടുള്ള ബോധ്യം ഈ നാട്ടിലെ എല്ലാവർക്കും ഉണ്ടാവുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊന്ന് ഇടപെടുന്നത്, ഈ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് ED ആണ്. ED പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ ഒക്കെ വേട്ടയാടുന്നു എന്നൊരു നരേഷൻ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, താങ്കൾ അത് വിശ്വസിക്കുന്നുണ്ടോ എന്ന്. അല്ല, ഞാൻ കരുവന്നൂർ ബാങ്കും CPM-ന്റെ നേതൃത്വവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണല്ലോ നിങ്ങൾ ചോദിച്ചത്. അപ്പോ അത് ഇന്നും ഇന്നലെയും പുറത്തു വന്നതല്ല. എന്തുകൊണ്ടാണ് ED ഈ CPM-വുമായി ബന്ധപ്പെട്ട കേസുകളിൽ മാത്രം ഇത്രയും കാലം നടപടി എടുക്കാത്തത് എന്നുള്ള സ്വാഭാവികമായിട്ടുള്ള ചോദ്യവും സംശയവുമാണ് നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്നത്. കാരണം രാജ്യത്തെ മറ്റ് CPM ഇതര പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ ED ഒന്നിനു പുറകെ ഒന്നായി വേട്ടയാടാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി. കേരളത്തിലേക്ക് വരുമ്പോൾ, CPM-ന്റെ വിഷയം വരുമ്പോൾ, മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും വിഷയം വരുമ്പോൾ മാത്രം അത്തരം നടപടികളൊന്നും ഉണ്ടാവുന്നില്ല എന്നുള്ളതായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന പരാതി. അവിടെ ശ്രീ VT ബൽറാം, ഞാൻ വീണ്ടും ഒന്ന് ഇടപെടുന്നത്, ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ജനുവരി 16-ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതുമായി ബന്ധപ്പെട്ട വിവരം റിസർവ് ബാങ്കിന് കൈമാറിയിട്ടുണ്ട് എന്നാണ്. പലപ്പോഴും ഇത് ഏതെങ്കിലും മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ലഭിക്കുമ്പോഴാണല്ലോ പൊതുസമൂഹം അറിയുന്നത്. ഇപ്പോൾ ED-യെയും റിസർവ് ബാങ്കിനെയും ഒക്കെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു നോട്ടീസ് നൽകുകയോ ലഭിക്കുകയോ ചെയ്താൽ ഉടനെ മാധ്യമങ്ങളെയൊന്നും വിളിച്ചറിയിക്കില്ല. അപ്പോൾ ഇതിപ്പോൾ വന്ന ഒന്ന് എന്ന് നമുക്ക് വിലയിരുത്താനാകില്ല. അതായത് ഈ കരുവന്നൂരുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകളുടെ വാർത്തകൾ പുറത്തു വന്ന ആ സമയത്ത്, അല്ലെങ്കിൽ അതിന്റെ തുടർച്ചയായി തന്നെ വേണം അനുമാനിക്കാൻ. മാധ്യമങ്ങൾക്ക് ഇത് ലഭിച്ചത് വൈകി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇത് രണ്ടായി തന്നെ കാണണം. ED-യുടെ സ്വാഭാവിക നടപടികളുമായിട്ട് അവർ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ശരി. പക്ഷേ ഇന്ത്യ രാജ്യത്ത് ഒരു പൊതു തെരഞ്ഞെടുപ്പ് ഈ ദിവസങ്ങളിലൊക്കെ നടക്കും എന്നുള്ളത് എത്രയോ കാലങ്ങളായിട്ട് തീരുമാനിക്കപ്പെട്ട കാര്യമാണല്ലോ. 5 വർഷം മുമ്പ് തീരുമാനിക്കപ്പെട്ട കാര്യമാണല്ലോ. 2024 മെയ് മാസത്തിൽ, ഏപ്രിൽ മാസത്തിലൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിന് മുൻപോടിയായിട്ട് മാത്രം ED അമിതാവേശം കാണിക്കുന്നതിനെ വ്യത്യസ്തമായിട്ട് തന്നെ കാണാം. തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുന്നാലെയായിട്ട് കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുന്നു. തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപായിട്ട് ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രിയെ പിടിച്ച് ജയിലിലിടുന്നു. തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പായിട്ട് ED മറ്റു പലതരത്തിലുള്ള നടപടികളുമായി BJP അല്ലാത്ത രാഷ്ട്രീയ പാർട്ടികളുടെ പുറകെ പോകുന്നു എന്നുള്ളത് വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനെയാണ് നമ്മൾ രാഷ്ട്രീയ വേട്ടയാടലിന്റെ ഭാഗമായിട്ട് നോക്കിക്കാണുന്നത്. പക്ഷെ കരുവന്നൂർ അടക്കമുള്ള കേരളത്തിലെ CPM-വുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ പരസ്യമായി പറഞ്ഞതുപോലെ ആരുടെ ഓഫീസിലാണ് സ്വർണ്ണ കള്ളക്കടത്ത് നടത്തുന്നത് എന്നത് എല്ലാവർക്കും അറിയാം എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഏജൻസിയാണല്ലോ ഈ ED ഒക്കെ. അപ്പൊ അതിൽ നിയമാനുസൃതമായിട്ടുള്ള നടപടികൾ ഉണ്ടാവുന്നില്ല, എന്നിട്ട് തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പായിട്ട് എന്തൊക്കെയോ നടപടികൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അതിനെയാണ് നമ്മൾ രാഷ്ട്രീയമായി നോക്കിക്കാണുന്നത്. CPM-ഉം കരുവന്നൂർ തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാം. CPM-ന്റെ ഉന്നത നേതൃത്വം, CPM-ന്റെ നേതാവായിട്ടുള്ള AC മൊയ്തീൻ, CPM-ന്റെ നേതാവ് മുൻ MP ആയിട്ടുള്ള PK ബിജു, ഇപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന മന്ത്രി രാധാകൃഷ്ണൻ അടക്കമുള്ള തൃശൂർ ജില്ലയുമായി ബന്ധപ്പെട്ട CPM-ന്റെ നേതാക്കന്മാർക്കൊക്കെ അതുമായിട്ട് ബന്ധമുണ്ട്. LDF-ന്റെ കൺവീനർ EP ജയരാജന് അതുമായിട്ടുള്ള ബന്ധമുണ്ട്. ഇതടക്കമുള്ള നിരവധിയായിട്ടുള്ള ബന്ധങ്ങൾ CPM-ന്റെ നേതൃത്വത്തിന് ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതിന്റെ തെളിവുകൾ ഓരോന്ന് പുറത്തു വരുന്നത് സ്വാഭാവികം എന്ന് മാത്രമേ നമ്മൾ കാണുന്നു. അതായത് മുന്നോടിയായിട്ടുള്ള രാഷ്ട്രീയ വേട്ടയാടൽ അത് വേറെ തന്നെ. അതായത് ഈ പാർട്ടി നേതൃത്വത്തിന്റെ കൃത്യമായ അറിവോടെയാണ് ഇത്തരം ഇടപെടലുകൾ നടക്കുന്നത്, അങ്ങനെയാണോ? കരുവന്നൂർ ബാങ്കും CPM-ന്റെ പാർട്ടി നേതൃത്വം തമ്മിലുള്ള ബന്ധത്തിൽ എല്ലാവർക്കും ആ നിലയിലുള്ള ഒരു തിരിച്ചറിവ് തന്നെയാണല്ലോ ഉള്ളത്. അത് CPM-ന്റെ അറിവോടെ അല്ലാതെ നടക്കില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ നിലയ്ക്കുള്ള മൊഴികൾ ED-ക്ക് നേരത്തെ ലഭിച്ചിട്ടുണ്ട്. അല്ല, എന്റെ സംശയം, ഇപ്പോൾ നമുക്കറിയാമല്ലോ ഈ സഹകരണ സംഘങ്ങൾ, സഹകരണ ബാങ്കുകൾ, അതിലൊക്കെ പ്രാദേശികമായ പാർട്ടി സംവിധാനങ്ങൾക്ക് വേണമെങ്കിൽ അക്കൗണ്ടുകൾ തുടങ്ങാം. ആ അക്കൗണ്ടുകൾ അങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന തരത്തിൽ അനുമാനിച്ച് നമുക്ക് ഇതിനെ തള്ളിക്കളയാൻ സാധിക്കും. അല്ലെങ്കിൽ നേതൃത്വം ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ ഒരു മറുപടി എന്ന തരത്തിലുള്ള ഒരു മറുപടി നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായാൽ അല്ല, CPM-ന്റെ ഇതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ എന്താണെന്ന് നോക്കട്ടെ. ED-യുടെ കണ്ടെത്തൽ എന്താണെന്ന് അവരും വിശദമാക്കട്ടെ. ഇതിപ്പോ ബാഹ്യ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി എന്നുള്ള നിലയിൽ മാത്രമാണ് ഞാൻ പറയുന്നത്. CPM-നെ സംബന്ധിച്ച് കരുവന്നൂർ ബാങ്ക് എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും വലിയ
അവർക്ക് വലിയ രീതിയിലുള്ള ഇടപെടലുകൾ അതിലുണ്ടായിട്ടുണ്ട്. അത് പാർട്ടി തലത്തിൽ തന്നെ അന്വേഷിച്ച് സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാരുടെ അറിവോട് കൂടിയുള്ളതാണ്, പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ കൂടി അറിവോട് കൂടിയുള്ളതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കമ്മിറ്റിക്കാണോ ലോക്കൽ കമ്മിറ്റിക്കാണോ ഇവർക്ക് എല്ലാവർക്കും കൂടിയിട്ടാണോ എന്നുള്ളതൊക്കെ ED കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് വെക്കുന്നത് എങ്കിൽ അതിനെ ആ നിലയ്ക്കാണ് നമുക്ക് നോക്കുക. അതിനെക്കുറിച്ച് എനിക്കിപ്പോ ആധികാരിക ശരി വളരെയധികം നന്ദി ശ്രീ VT ബൽറാം ഞങ്ങളോട് പ്രതികരിച്ചതിന്. MS